അപ്പം നടുവാച്ചിലിട്ട മുടിയായിട്ട് ഞാനിപ്പോൾ അതിരിക്ക് എവിടേക്കാണ് പോകണമെന്നല്ലേ നിങ്ങൾ വിചാരിക്കണേ? പറയാം. 5-ാം ദിവസം എനിക്ക് ടാറ്റ തന്നു പോയ മേമയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കേക്കും ഫുഡും മേടിക്കാൻ പോണ പോക്കാണിത്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പരതി നോക്കണത് കിറുക്കന്മാരുണ്ടോ നോക്കണട്ടാ. രണ്ടുപേർക്ക് ഹെൽമെറ്റില്ലേ. കേക്കും ഫുഡും മേടിക്കാനുള്ള കാശ് അവർ പിഴയിലൊതുക്കും. അതുകൊണ്ടാ ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ മൂഞ്ചൽ കിട്ടി. ഫുഡിൻ്റെ കട തുറന്നിട്ടില്ല. ഞാനും ചേട്ടനും പോസ്റ്റ്. ഇനി ഒരൊറ്റ ഓപ്ഷൻ സുധിയിലൊരു ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ നേരെ വിടുന്നത് കേക്ക് മേടിക്കാനാട്ടാ. പറഞ്ഞ പോലെ കേക്ക് മേടിക്കാനുള്ള സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മാംഗോ ബേക്കറി നിന്നിട്ട കേക്ക് മേടിക്കണ്. കയറി ചെന്നപ്പന്നേ വെട്ടപ്പെട്ട കേക്കിൽ നിരത്തി വെച്ചേക്കണ്. മുമ്പ് ഒരു പിറന്നാളിന് മേടിച്ച കേക്ക് തപ്പിട്ട് പോയേ. എനിക്കും ചേട്ടൻ അതിൻ്റെ പേര് അറിയില്ല. അപ്പം പെട്ടില്ലേ. പിന്നെ ഒന്നും നോക്കിയില്ല. ടെൻഡർ കോക്കനട്ട് എന്നിട്ടൊരു സാധനം അവർ പറഞ്ഞു. സാധനം മേടിച്ചു. പിന്നെ അപ്പുറത്ത് നോക്കിയപ്പോൾ നിറച്ച് ചോക്ലേറ്റും സ്വീറ്റ്സും. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വന്നു. പിന്നെ ആ വെള്ളം ഞാൻ ആരറിയാണ്ട് തുടച്ചു. അതാ നല്ലത്. അങ്ങനെ കേക്കും വാങ്ങി മാംഗോ ബേക്കേഴ്സിനോട് താറ്റയും പറഞ്ഞ് ഞാനും ചേട്ടനും വിട്ടുവിട്ട വീട്ടിലേക്ക്. ഇവനെ നിങ്ങൾക്ക് അറിയായിരിക്കും, അജു. ഇവനിട്ട കേക്കും കൊണ്ടുവന്നപ്പോൾ ആദ്യം ഓടി വന്നത്. കേക്കും മഞ്ചും കണ്ടപ്പോൾ അവൻ്റെ ബർത്ത്ഡേ അവൻ വിചാരിച്ച. അതിൻ്റെ ഇതിൽ പ്രാന്തളയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിയുണ്ട് കേട്ടവൻ. ഈ ഫോണും ഈ കമ്മലും ഉണ്ട ചേട്ടൻ പാപ്പനും അമ്മയ്ക്ക് വേണ്ടി മേടിച്ചേക്കണ്. കറക്റ്റ് സമയത്ത് സുധിയിൽ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. അപ്പം കേക്കും മുറിച്ചു. ഇനി നമുക്ക് മന്തി കഴിച്ചിട്ട് പിരിയാം. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കണ്ട. ഇതൊരു യുദ്ധം കഴിഞ്ഞ ഫീൽ ഉണ്ടല്ലോ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കണട്ടാ. എല്ലാവരും ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിട്ടാ. ഓക്കെ, ബായ്.